ലോകത്തിലെ ഏറ്റവും വില കൂടിയ 10 പഴങ്ങൾ. അതെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്ത് ഏറ്റവും വിലയുള്ള 10 പഴങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോ സമയം വൈകാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാടധികം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. സോ പറ്റുന്നവർ അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോ 10ാമതായിട്ട് വരുന്നത് ബുദ്ധ ഷേപ്ഡ് പിയേഴ്സ്, അതായത് ബുദ്ധന്റെ ഷേപ്പിലുള്ള സബർജിൽ പഴമാണിത്. സാധാരണ ചൈനയിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. സബർജിൽ മരത്തിൽ ഇവ ചെറുതാകുന്ന സമയത്ത് ബുദ്ധന്റെ രൂപത്തിലുള്ള പ്ലാസ്റ്റിക് അച്ചുകൾ അതിനു ചുറ്റും ഘടിപ്പിച്ചാണ് ഈ ഷേപ്പിൽ ഇതിനെ മാറ്റുന്നത്. രുചിയിൽ കാര്യമായി വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ഈ ഷേപ്പിനാണ് ഇതിന്റെ വില. ഏകദേശം ഇത്തരം ഒരു പിയർ പഴത്തിന്റെ വില എന്ന് പറയുന്നത് $9 അഥവാ 850 രൂപയോളമാണ്. 9ാമതായിട്ട് വരുന്നത് സക്കായ് ഇച്ചി ആപ്പിൾ. പ്രധാനമായും ജപ്പാനിൽ കാണുന്ന ഇവയെ ജപ്പാൻ ഭാഷയിൽ പറയുന്നത് ലോകത്തിലെ 1ാം നമ്പർ ആപ്പിൾ എന്നാണ്. കാരണം ആപ്പിളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതും വിലയുള്ളതുമായ ആപ്പിളുകളിൽ ഒന്നാണിത്. ഇതുപോലുള്ള ഒരു ആപ്പിളിന്റെ ഭാരം എന്ന് പറയുന്നത് 900 ഗ്രാം മുതൽ 1 കിലോക്ക് മുകളിലാണ്. അവസാനമായി ഇതിന്റെ വില പറയുകയാണെങ്കിൽ $21 അഥവാ 2000 രൂപയോളമാണ് ഇതുപോലുള്ള ഒരു ആപ്പിളിന്റെ വില എന്ന് പറയുന്നത്. 8ാമതായിട്ട് വരുന്നത് ഡെക്കോപോൺ സ്ട്രിസസ് ഓറഞ്ച്. ലോകത്ത് ഏറ്റവും മധുരമുള്ളതും വിത്തില്ലാത്തതുമായ ഒരു ജപ്പാനീസ് ഹൈബ്രിഡ് ഓറഞ്ച് ആണിത്. ഇതിന്റെ മുകളിലെ മുട്ട് പോലുള്ള ആ ഭാഗം തൊലി കളയാൻ എളുപ്പവും അതുപോലെ മറ്റു ഓറഞ്ചുകളിൽ നിന്ന് ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നതും ആ ഭാഗമാണ്. അവസാനമായി ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള 6 ഓറഞ്ചുകൾ വരുന്ന ഒരു പാക്കിങ്ങിന്റെ വില എന്ന് പറയുന്നത് $80 അഥവാ 7600 രൂപയോളമാണ്. 7ാമതായിട്ട് വരുന്നത് സെംബിക്കിയ ക്യൂൻ സ്ട്രോബെറി. നയോഹു സ്ട്രോബെറി എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നു. ആദ്യം തന്നെ ഇതിന്റെ വില നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 12 എണ്ണം വരുന്ന ഒരു ക്യൂഷൻ ബോക്സിന് ഏകദേശം $85 അഥവാ 8000 രൂപക്ക് മുകളിലാണ്. സ്ട്രോബെറികളുടെ കൂട്ടത്തിൽ ഏറ്റവും മധുരമുള്ളതും നിറമുള്ളതും ഇവക്കാണ്. പ്രധാനമായും ജപ്പാനിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. പ്രധാനമായും ജപ്പാനിൽ ഇത് ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് ഗിഫ്റ്റുകൾ നൽകാൻ വേണ്ടിയാണ്. അതുപോലെ ജപ്പാൻ എന്ന രാജ്യത്ത് കണ്ടെത്തിയ ആദ്യത്തെ സ്ട്രോബെറി എന്ന പേരും ഇതിനുണ്ട്. 6ാമതായിട്ട് വരുന്നത് സ്ക്വയർ വാട്ടർമെലോൺ. ഇതും ജപ്പാനിൽ കണ്ടുവരുന്ന മറ്റൊരു വെറൈറ്റി തണ്ണിമത്തനാണ്. മുമ്പ് സബർജിലിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇതും ചെറുതാകുന്ന സമയത്ത് ഗ്ലാസ് ബോക്സിലിട്ടാണ് ഇങ്ങനെയാക്കുന്നത്. ആദ്യകാലത്ത് ജപ്പാനിൽ എളുപ്പത്തിൽ തണ്ണിമത്തൻ കൊണ്ടുപോകാനും അതുപോലെ അടുക്കി വെക്കാനും വേണ്ടിയാണ് ഇത് സ്ക്വയർ രൂപത്തിൽ ഉണ്ടാക്കിയത്. പക്ഷേ ആളുകൾക്കിടയിൽ ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ട്രെൻഡിംഗ് ആയി മാറി. അതോടുകൂടി ഈ തണ്ണിമത്തന്റെ വിലയും ഇരട്ടിയായി കൂടി. ഇന്ന് ഈ തണ്ണിമത്തൻ ജപ്പാനിലെ ഒരെണ്ണത്തിന്റെ വില എന്ന് പറയുന്നത് $800 അഥവാ 76000 രൂപയോളമാണ്. 5ാമതായിട്ട് വരുന്നത് ഹെലിഗൺ പൈനാപ്പിൾ. ഇംഗ്ലണ്ടിലെ കോൾ വാളിനുള്ളിൽ കൃഷി ചെയ്യുന്ന ഒരു അപൂർവ ഇനം പൈനാപ്പിൾ ആണിത്. ആദ്യം തന്നെ ഇതിന്റെ വില പറയുകയാണെങ്കിൽ ഏകദേശം $1500 അഥവാ 1,43,000 മുകളിലാണ്. മറ്റു പൈനാപ്പിളുകളെക്കാൾ മധുരവും രുചിയുമാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ തണുത്ത കാലാവസ്ഥയിൽ ഇത് കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് പ്രധാനമായിട്ടും ഈ പൈനാപ്പിളിന് ഇത്ര വില എന്ന് പറയുന്നത്. 4ാമതായിട്ട് വരുന്നത് തായോനോ ടാംഗോ മാംഗോസ്. ജപ്പാനിലെ ഓരോ പേരുകളാണിത്. സൂര്യന്റെ വിത്ത് എന്നാണ് ഇതിന്റെ അർത്ഥം. ജപ്പാനിലെ മിയാസാക്കിയിൽ കൃഷി ചെയ്യുന്ന വളരെ പരിചരണവും ഗ്രേഡിങ്ങും വേണ്ട ഒരു മാംഗോ ആണിത്. അതുപോലെ ഈ മാങ്ങയുടെ മധുരത്തിന്റെ അളവ് എന്നത് 15 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഈ മാങ്ങയും ജപ്പാനിൽ പ്രത്യേകം ഗിഫ്റ്റുകൾ കൊടുക്കാനായിട്ടാണ് അധികവും ഉപയോഗിക്കുന്നത്. അവസാനമായി ഇതിന്റെ വില പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പെയർ അതായത് 2 എണ്ണത്തിന്റെ വില എന്ന് പറയുന്നത് $3744 അഥവാ 3.5 ലക്ഷം രൂപയോളമാണ്. 3ാമതായിട്ട് വരുന്നത് ഡെൻസുക്കെ വാട്ടർമെലോൺ. ലോകത്തിലെ ഏറ്റവും വിലയുള്ള തണ്ണിമത്തനാണിത്. ആദ്യം തന്നെ ഇതിന്റെ വില നമ്മളൊന്ന് പറയുകയാണെങ്കിൽ ഏകദേശം $6100 അഥവാ 5 ലക്ഷം രൂപക്ക് മുകളിലാണ്. പൂർണ്ണമായും വൃത്താകൃതിയിൽ കാണുന്ന എന്നാൽ വളരെയേറെ മധുരമുള്ളതുമായ ഒരു തണ്ണിമത്തനാണിത്. ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യേകത വളരെ പരിമിതമായ കൃഷി ചെയ്യലാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര വില കൂടാനുള്ള ഏറ്റവും വലിയ കാരണവും. 2ാമതായിട്ട് വരുന്നത് റൂബി റോമൻ ഗ്രേപ്സ്. പേര് പോലെ തന്നെ ഇത് ലോകത്തെ ഏറ്റവും വിലയുള്ള മുന്തിരിയാണ്. ജപ്പാനിൽ തന്നെയാണ് ഇതും കാണപ്പെടുന്നത്. വളരെ മധുരമുള്ളതും വലിപ്പത്തിൽ ഏറ്റവും വലിയ മുന്തിരിയുമാണിത്. ഒരു സാധാരണ മുന്തിരിയേക്കാൾ 4 ഇരട്ടി, അതായത് ചെറിയൊരു പിങ് പോങ് പന്തിന്റെ അത്ര വലിപ്പമാണ് ഇതിലെ ഒരു മുന്തിരിക്കുള്ളത്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതിലെ ഒരു മുന്തിരിയുടെ ഭാരം ഏകദേശം 20 ഗ്രാമിന് മുകളിലാണ്. ഏകദേശം ഇത്തരമൊരു മുന്തിരിയുടെ വില എന്ന് പറയുന്നത് $8450 അഥവാ 8 ലക്ഷം
ലക്ഷം രൂപക്ക് മുകളിലാണ്. ഒന്നാമതായിട്ട് വരുന്നത് യുബാരി കിങ് മെലോൺ. നമ്മുടെ നാട്ടിൽ കാണുന്ന ഷമാമിന് തുല്യമായ എന്നാൽ അതിനേക്കാൾ മധുരമുള്ളതും രുചിയുള്ളതുമായ ഒരു പഴമാണ് ജപ്പാനിൽ കൃഷി ചെയ്യുന്ന യുബാരി. പ്രത്യേകം കമ്പ്യൂട്ടറൈസ്ഡ് ഗ്രീൻ ഹൗസ് ലാബുകളിലാണ് ജപ്പാനിൽ ഈ പഴം കൃഷി ചെയ്യുന്നത്. അതുപോലെ ഒരു ചെടിയിൽ നിന്ന് ഒരു യൂബരി പഴം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതുകൊണ്ടൊക്കെയാണ് ഈ പഴത്തെ ലോകത്തെ ഏറ്റവും വിലയുള്ള പഴമായി ഒന്നാമതാക്കി മാറ്റുന്നത്. ഇനി ഇതിന്റെ വിലയൊന്ന് പറയുകയാണെങ്കിൽ ഏകദേശം $30,000 അഥവാ 28 ലക്ഷം രൂപയോളമാണ്. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.